ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന ആര് ജയിക്കും? ഒരുപാട് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് റൈവൽറി ഇപ്പോൾ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന എന്ന് പറയുന്ന 6ാമത്തെ തവണയാണ്. 1962, 1966, 1966 ഇംഗ്ലണ്ട് ജേതാക്കളായ അതിൽ ക്വാർട്ടർ ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ 1806, 1986. അപ്പോൾ അതിന് വേറൊരു ഹിസ്റ്റോറിക്കായിട്ടുള്ള വേറൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നു. ഫോക്ലാൻഡ് വാർ 1982, 82 കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും അതൊരു സിംബോളിക് ആയിരുന്നത് 86. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ ഇംഗ്ലണ്ട് അർജന്റീന ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഡോമിനൻസ് ശരിക്കും ഇംഗ്ലണ്ടിനാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ 6 വിജയം ഉള്ളത്. ഇപ്പോൾ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പിൽ ഇവർ പരസ്പരം കളിച്ചതിൽ 3-1 അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിനാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു 86 ക്വാർട്ടർ ഫൈനലിൽ ഫോക്ലാൻഡ് വാറിന് ശേഷം നടന്നതിൽ മറഡോണയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് നമ്മൾ 2 ഗോൾ അടിച്ച് അല്ലേ അതിൽ ജയിച്ചു. പിന്നെ അതിനുശേഷം 1998 അത് 2-2 അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സി ഒക്കെ നടന്നിട്ടുണ്ടായിരുന്ന അതിലുണ്ടായിരുന്ന ബെക്കാമിന്റെ റെഡ് കാർഡ്, പിന്നെ അതേപോലെ തന്നെ പെനാൽറ്റികള്, ഇപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു കോൺട്രവേഴ്സി പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൂടെയാണ് ജയിക്കുന്നത്. പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഇങ്ങനെയുള്ള കളികളിൽ പെനാൽറ്റി ഷൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലി അത് ഡ്രോ ആയിട്ടാണ് കണക്കാക്കുക മത്സരങ്ങൾ. അപ്പൊ അത് 2-2 വന്ന് ഷൂട്ട് ഔട്ടിലൂടെ അർജന്റീന കയറി എന്നുള്ളതാണ്. പിന്നെ അഗൈൻ 2002, 2002 അത് ഗ്രൂപ്പ് സ്റ്റേജിലാണ് അത് ഇംഗ്ലണ്ട് ജയിച്ചു. അന്ന് ബമ്പൻ ടീമായിട്ട് വന്ന അർജന്റീന ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി. അപ്പൊ ഇങ്ങനെ ഒരു വേൾഡ് കപ്പിൽ നോക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴും ഒരു റൈവൽറി റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമുകളാണ് അർജന്റീന. അപ്പൊ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടായിട്ട് വരുമ്പോൾ അർജന്റീനക്ക് പ്രത്യേക ഒരു പ്രാവശ്യം ഒന്നുകൂടി എനർജി കൈവരുന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണണം, ഇപ്പൊ നമ്മളിപ്പോ ആധുനിക ഫുട്ബോളില് ഇപ്പൊ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ കുറെ കൂടി എന്താ പറയാ, ഇപ്പൊ കഴിഞ്ഞ റീസെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോ കപ്പിലാണെങ്കിൽ ഇപ്പൊ 2020, 2024 ഈ 2 യൂറോ കപ്പിൽ അവർ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവര് ഫ്രാൻസിനായിട്ട് ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്നത് ശരിക്കും ഡോമിനേറ്റ് ചെയ്തിട്ടാണ് അവര്. ശരിക്കും അത്ര നല്ല കളിയാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ട് കളിച്ചിട്ടുണ്ട്, ഫ്രാൻസിനായിട്ട് കളിച്ചില്ലേ ക്വാർട്ടർ ഫൈനൽ. 2018 സെമി കളിച്ചു തോന്നുന്നു. 2018 വേൾഡ് കപ്പ് 2018 ക്വാർട്ടർ ഫൈനലിൽ 2022 ക്വാർട്ടർ ഫൈനലിലും കളിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിനായിട്ട് തോറ്റിട്ടുണ്ട്. അപ്പൊ നല്ല കളി, അതായത് ഇത് ഏകദേശം ഹാരി കീനും നമ്മളിപ്പോ ബെല്ലിംഗാം ഒക്കെ അടങ്ങുന്ന ടീം അതാണ് പറഞ്ഞത്. അപ്പൊ അത്രയും നല്ലൊരു ടീമാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇംഗ്ലണ്ട്. നല്ല കോൺഫിഡൻസിലാണ് ഉള്ളത്. ഇപ്പൊ മെക്സിക്കോയിട്ടുള്ള കളി കഴിഞ്ഞു, ഒരു ക്ലാസിക് പോരാട്ടം. അത് കഴിഞ്ഞിപ്പോ ഇന്ന് കളിച്ചിട്ടുള്ള നോർവേയായിട്ടുള്ള കളി. ഓക്കെ, ഇപ്പം ഇങ്ങനെ കണ്ടീഷനിൽ ഇപ്പോൾ നിലവിൽ എന്താ പറയുക, അപ്പോൾ എനിക്കൊരു അഡ്വാൻറ്റേജ് കാണുന്നത് തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് തന്നെയാണ്. പക്ഷെ ആ കളി വരുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര ഒരു വാശി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലണ്ടിനാണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സാധ്യത. നമുക്കത് വേറെ വിശദമായിട്ട് തന്നെ പ്രിവ്യൂ പറയേണ്ട വിഷയമാണ്. പക്ഷേ സാറ് പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ അർജന്റീനയ്ക്ക് കുറേ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊരു ഊർജം ഉൾക്കൊള്ളാനുണ്ട്, ആവേശം ഉൾക്കൊള്ളാനുണ്ട്. അത് കളത്തിൽ എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കും.